പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത്, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, നബിയെ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളല്ല ആ അഅറാബിയോട് പറഞ്ഞു കൊടുത്തത്. വമാ അഅദത്ത ലിസ്സാഅ, നാളെ ഖിയാമത്ത് നാൾ സംഭവിച്ചു എന്നറിഞ്ഞാൽ നീ എന്താണ് ലോകാവസാനത്തിന് വേണ്ടി ഒരുക്കി വെച്ചത്? നാളെ ഖിയാമത്ത് നാൾ ആണെന്നറിഞ്ഞാൽ എന്താണ് നീ ലോകാവസാനത്തിന് വേണ്ടി ഒരുക്കി വെച്ചത്? പാരത്രിക ലോകത്തേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത്. അപ്പൊ രണ്ടാമത്തെ വിഷയം, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുമ്പോ ഇതിന്റെ അവസാനത്തെ കുതിപ്പാണ്. ഇനിയൊരു വലിയൊരു അവസാനം ഇതിന് വരാനുണ്ട്. അങ്ങനെ ഒരു അവസാനം വരുമ്പോ ഞാൻ എന്തെങ്കിലും പാരത്രിക ലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന ഒരു ചിന്ത നമ്മൾക്കുണ്ടാവലാണ്. പിന്നെ മൂന്നാമതായി, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ അതിൽ ഹറാമായ കാര്യങ്ങൾ ഉണ്ടാകും, സുന്നത്തായ കാര്യങ്ങൾ ഉണ്ടാകും, ഹലാലായ കാര്യങ്ങൾ ഉണ്ടാകും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ ഹറാമൊന്നുമില്ല, ഹലാലുണ്ടാവും, സുന്നത്തുണ്ടാവും. അനുവദനീയമായ കാര്യങ്ങൾ, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അപ്പൊ ലോകാവസാനം ഒന്നും കൂടി അതിന്റെ സമയം അകന്നുപോകും. ഏതായാലും ലോകാവസാനം സംഭവിക്കുകയാണ്, അതിന്റെ അടയാളങ്ങളല്ലേ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളും അത് ആവർത്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഡേറ്റ് വേഗത്തിലാവും. നേരെ മറിച്ച് അതിന്റെ കാരണങ്ങളൊക്കെ കാണുമ്പോൾ ആ കാരണങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാനും അത്തരം കാരണങ്ങളെ തടുക്കാനും തെറ്റാണെങ്കിൽ തിരുത്താനും തയ്യാറായാൽ അതിന്റെ കാലതാമസം ഉണ്ടാവും. എല്ലാം രോഗങ്ങളിൽ തന്നെയല്ലേ. ഏതായാലും ഷുഗർ 400-500 ആണ്. ഇനിയിപ്പോ ഇത് മരുന്ന് കുടിച്ചിട്ടൊന്നും പോവില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടൊന്നും പോവില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഏതായാലും ജീവിക്കുന്ന കാലത്തോളം നന്നായി തിന്നെ, കണ്ട ജിലേബിയും ലഡു, പേട, പഞ്ചസാര, ചായ, അരി ഇത് അടിച്ച് തിന്നെ, എന്നൊരു ഗുളിക കുടിക്കുക, കൂടിയാ വേണ്ട 2 ഗുളിക കുടിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പെട്ടെന്ന് തീർന്നു, അറ്റാക്ക് വന്ന് കിഡ്നി ഫെയിലായി പെട്ടെന്ന് തീർന്നു അവര്. നേരെ മറിച്ച് അവര് ഫുഡ് കൺട്രോൾ ചെയ്തു. എന്താണ് എൻ്റെ ശരീരത്തിലേക്ക് ഈ ഡയാബറ്റിസ്, ഈ ഷുഗർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പഠിച്ച് അത് പതുക്കെ പതുക്കെ മാറ്റിയാൽ അയാൾക്ക് ഇങ്ങനെ പതുക്കെ കുറച്ച് ആയുസ് നീട്ടിക്കിട്ടും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അടയാളങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എണ്ണി തന്നത്. ലോകാവസാനം അടുത്തു എന്നറിഞ്ഞാൽ ആ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വീടിന്റെ പണി പൂർത്തീകരിക്കണ്ടേ? ഉദാഹരണം പറഞ്ഞാൽ മഹദി ഇമാം പുറപ്പെട്ടു എന്ന്, ദജ്ജാൽ പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ, എവിടെ നമ്മൾ ഓപ്പറേറ്റർ ഇവിടെ കുറച്ച് അങ്ങോട്ടേക്ക് വെച്ച ഈ 2 ബോക്സ് ഓപ്പറേറ്റർ അല്ലേ, ഇത് കുറച്ചങ്ങോട്ടേക്ക്, ഇത് കുറച്ചങ്ങോട്ടേക്ക്. ദജ്ജാൽ പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ, അതേപോലെ മഹദി ഇമാം പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ ഇങ്ങോട്ട് തിരിച്ചോ, തിരിച്ചു അങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീടെടുക്കുന്ന ആളുകൾ ഇനി വീടൊന്നും എടുക്കാതെ, ദജ്ജാൽ വന്നില്ലേ ഇനി എന്തിനാ വീട്, പോരത്തും ചോദ്യം ചെയ്യപ്പെടാണല്ലോ, ഇനി എന്തിനാ വീട്, ബിസിനസ് ഒക്കെ, അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ലെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ലോകാവസാനം ഇന്നാണെന്നോ നാളെയാണെന്നോ നിങ്ങൾക്കറിഞ്ഞു. വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയെ നിങ്ങൾ നട്ടു വളർത്തണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചെടിയെ നട്ടു വളർത്തണം. നാളെ ഖിയാമത്ത് നാളാണെന്നറിഞ്ഞാൽ ഇന്ന് ചെടി നട്ടിട്ട് എന്താ കാര്യം? നിങ്ങളുടെ കയ്യിലൊരു മൂച്ചുണ്ട്, ഒരു മാവ്, ചെറിയൊരു മാവ്. ആ മാവിന്റെ ചെടി
നാളെ ഖിയാമത്ത് നാളാണെന്ന് ഉറപ്പാണ്. അഥവാ ലോകാവസാനത്തിന്റെ അവസാനത്തെ അടയാളങ്ങളിൽപ്പെട്ട കഅബയടക്കം പൊളിക്കപ്പെട്ടു. അപ്പൊ നാളെ മറ്റന്നാളെ ഖിയാമത്ത് നടക്കുക. ഈ മൂച്ചക്കാണെങ്കിൽ വലുതായി 2-3 വർഷം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാങ്ങിട്ടുള്ളൂ. 2-3 ചിലപ്പോൾ 10 വർഷം കഴിയും. അപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ്, എന്തിനിപ്പോ നാളെ ഖിയാമത്ത് നാൾ എടുക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ചെടി ഞാൻ നടേണ്ട ആവശ്യം? അത് ഒഴിവാക്കാം, വേണ്ട, നിങ്ങൾ നടണം. നാളെ ലോകാവസാനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ജോലിയും നിർത്തിവെക്കണ്ട. അത് അതിന്റെ ടൈമിൽ നടന്നോളൂ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുങ്ങുക. ലോകാവസാനം സംഭവിക്കുമ്പോൾ അതിലേക്ക് ഒരുങ്ങാനാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം, തഖ്വയുള്ളവരാവണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം, ഈ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ, ലോകാവസാനത്തിന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ശൈഉൻ അളീം, അത് വല്ലാത്ത പ്രകമ്പനമാണ്. ലോകാവസാനത്തിന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പ്രകമ്പനമാണത്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, ആ പ്രകമ്പനം നിങ്ങൾ സാക്ഷിയാവേണ്ടി വന്നാൽ, ആ പ്രകമ്പനത്തിന് നിങ്ങൾ സാക്ഷിയാവേണ്ടി വന്നാൽ, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുലപ്പാല് കൊടുക്കുന്ന ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ അവഗണിക്കുമെന്നാ പറഞ്ഞത്. മുലപ്പാല് കൊടുക്കുന്ന ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ അവഗണിക്കുന്ന ഇത്. പക്ഷെ ഇന്നത്തെ ഉമ്മമാർക്ക് ഇതൊന്നും വലിയ അത്ഭുതം ഉണ്ടാവൂല, അല്ലേ? ഇന്നത്തെ ഉമ്മമാർക്ക് ഇതൊന്നും വലിയ അത്ഭുതം ഉണ്ടാവൂല. മുലപ്പാല് കൊടുക്കുന്ന ഉമ്മ കുഞ്ഞിനെ അവഗണിക്കും എന്ന് പറയുന്ന ഈ ഒരു ആയത്തിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവൂല. എന്നാൽ ഇതൊരു അത്ഭുതമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് പാല് കുടിക്കുന്ന മക്കളൊക്കെ വീട്ടിൽ തനിച്ചാക്കി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലാണിത്. അതുകൊണ്ട് അത്തരം സഹോദരിമാരോടൊന്നും ഇത് പറഞ്ഞാൽ അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ലോകത്ത് ഏറ്റവും കാരുണ്യമുള്ള സാഹചര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു ഉമ്മ മക്കൾക്ക് പാല് കൊടുക്കുന്ന സന്ദർഭമാണ് ഏറ്റവും കാരുണ്യത്തിന്റെ പ്രതീകം എന്ന് നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്ന സാഹചര്യം. ഒരു പശു അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന, ഒരു അമ്മ മക്കൾക്ക് പാല് കൊടുക്കുന്ന സമയമാണ് ഏറ്റവും കാരുണ്യമുള്ള സമയം. ഇന്നിപ്പോ അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം ജനങ്ങളിൽ നിന്ന് അള്ളാഹു റഹ്മത്തിനെ ഉയർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ഉയർത്തിക്കളഞ്ഞു. ഇദാ കാന ആഖിറു സമാൻ യർഫഉ അല്ലാഹു അർബഅത അശ്യാ, 4 കാര്യങ്ങൾ അല്ലാഹു തആല ലോകാവസാനം വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കളയുമെന്നാണ്. ലോകാവസാനം സംഭവിക്കുമ്പോൾ 4 കാര്യങ്ങളെ അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തേത് യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ, നാണത്തെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് പറഞ്ഞു. നാണമില്ലാത്ത സ്ത്രീകളുണ്ടാകും. സ്ത്രീകളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നാണമാണ്. ആ നാണം പോയാൽ പെണ്ണാവൂല. പെണ്ണിന്റെ പ്രത്യേകത നാണമാണ്. ആ നാണം പോയാൽ പെണ്ണും ആണും ഒരുപോലെ. ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നത് പെണ്ണിനുണ്ടാവേണ്ട നാണമാണ്. എന്നാൽ ലോകാവസാനം സംഭവിക്കുമ്പോൾ അല്ലാഹു തആല സ്ത്രീകളിൽ നിന്ന് നാണത്തെ, ലജ്ജയെ അല്ലാഹു, ഹയാഇനെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ ഉയർത്തിക്കളയുമെന്ന്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ ഉയർത്തിക്കളയുമെന്ന്. പ്രേമത്തിന്റെ പേരായാലും
പ്രണയത്തിന്റെ പേരായാലും കാമുകിമാരുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണ്. പ്രേമത്തിന്റെ പേരിൽ തന്റെ ആഗ്രഹങ്ങൾക്ക്, തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ കാമുകിമാരുടെ ശരീരത്തിലേക്ക് കടാര ഇറക്കുന്നത് അല്ലാഹു ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണത്. നടുറോട്ടിലിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കാമുകിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കളയുന്നത്, തീ കൊളുത്തുന്നത്, അത് ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ എടുത്തു കളയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. പെട്രി എർന എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട് ജർമ്മനിയിൽ. പെട്രി എർന എന്ന് പറയുന്ന ഒരു സഹോദരി, ആ സഹോദരി നാസികളിൽപ്പെട്ട ഒരു സഹോദരിയാണ്. പക്ഷേ അവിടെ നാടാന്തരം വീടാന്തരം കയറി പ്രഭാഷണം നടത്തിയ ഒരു സഹോദരിയല്ലാതെ ഇവിടെ ജൂതന്മാരെ ഇറക്കി വിടണമെന്നോ, ജൂതന്മാരെ നാട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നോ, അവരെ കൊലവിളിക്കണമെന്നോ സംസാരിച്ച, ഹിറ്റ്ലറുമായിട്ടുള്ള പ്രഭാഷണങ്ങൾ അവർ സപ്പോർട്ട് ചെയ്തൊരു സഹോദരിയല്ല. പിന്നെ സാധാ ഒരു വീട്ടിലുള്ള ഒരു പാവം സ്ത്രീ, ഒരു നാട്ടിലെ ഒരു സാധാ വീട്ടിലുള്ള ഒരു സ്ത്രീയാണ് അവൾ, പെട്രി എർന എന്ന് പറയുന്ന ഒരു സ്ത്രീ. നമ്മുടെയൊക്കെ നാട്ടിലുള്ളവരെ പോലെ, നമ്മുടെയൊക്കെ നാടുകളിലുള്ള ഒരു സാധാ വീട്ടുജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കഥ നമ്മൾക്ക് കാണാൻ കഴിയും. ജർമ്മനിയിലെ ഒരു കഥ. അല്ലാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എത്രത്തോളം ഉയർത്തിയെന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും. ആ സഹോദരിയുടെ വീടിന്റെ അടുത്തുകൂടെ 6 ജൂതന്മാരായ 6 കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ കുട്ടികളുടെ വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട്, മുഷിഞ്ഞിട്ടുണ്ട്, ചളി പിടിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുമ്പോ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ സ്ലിപ്പായി, അവരുടെ കൈകളിൽ നിന്ന് വഴിമാറി എവിടേക്ക് പോകണം, എന്തു ചെയ്യണം, പിതാവില്ല, മാതാവില്ല, മുതിർന്നവർ ആരുമില്ല. ഒരു 8-12 വയസ്സിന്റെ ഇടയിലുള്ള 6 കുട്ടികൾ സ്വന്തം വീടിന്റെ മുമ്പിലൂടെ നടന്നിങ്ങനെ പോകുമ്പോഴാണ് അതേ പ്രായമുള്ള 2 മക്കൾ, വീട്ടിലുള്ള ഒരു മാതാവ് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അതേ പ്രായമുള്ള 2 മക്കൾ ഈ മാതാവിനുണ്ട്, പെട്രി എർന എന്ന് പറയുന്ന സഹോദരിക്കുണ്ട്. 6 മക്കളെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അവർക്ക് വിശ്രമിക്കാൻ അവസരം നൽകി. ഭർത്താവ് മിലിറ്ററിയിലാണ്, ഭർത്താവ് പട്ടാളത്തിലാണ്. ഭർത്താവ് വരുന്നതും കാത്തു നിൽക്കുകയാണ് ഈ സഹോദരി. തന്റെ ഭർത്താവ് വരുന്നതിനെ കാത്തിരിക്കുകയാണ് ഈ സഹോദരി. ഒരുപാട് സമയം കാത്തിരുന്നിട്ടും ഭർത്താവ് വരാതിരുന്നപ്പോ ഈ 6 മക്കളെയും കൂട്ടി വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു വിജനമായ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. തന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ഉപയോഗിച്ച്, തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് 6 മക്കളെയും വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ചെറിയ 6 മക്കൾ. അതേ വയസ്സിലുള്ള 2 കുട്ടികൾ ഈ ഉമ്മയ്ക്ക് സ്വന്തം വീട്ടിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ആ കുട്ടികളുടെ മുഖം കാണുമ്പോ എങ്ങനെ ഒരു സാധാ ഒരു വീട്ടിലെ ഒരു ഉടമസ്ഥയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത്? ഒരു വീട്ടിലെ ഒരു സാധാ ഒരു പെണ്ണിന് എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെടുന്നത്? ചെറിയ പിഞ്ചുമക്കളുടെ മുഖം നോക്കി വെടിവെക്കാൻ അവർക്ക് എങ്ങനെയേ ധൈര്യം വരുന്നത്? കൊണ്ടുപോയി 6 പേരെയും വെടിവെച്ചു കൊന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ സഹോദരിയെ പിടിക്കപ്പെടുകയും ഈ സഹോദരിയോട് വിചാരണ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 1961 വിചാരണ ചെയ്യുന്നത്. 1961 വിചാരണ ചെയ്യുന്നത്. 1943 ഈ സംഭവം നടക്കുന്നത്. ആ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് കോടതിയിൽ വെച്ച്, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? നിങ്ങൾ കൊന്ന ആ 6 കുട്ടികൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? പെണ്ണ് പറഞ്ഞു, ഏകദേശം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. കാരണം ആ കുട്ടികളുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞ് കീറി, ശരീരമൊക്കെ ഒട്ടി, ചളി നിറഞ്ഞ് ഒരു കുളിച്ചൊരു വൃത്തിയുള്ള കുട്ടികളായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ കൃത്യമായ പ്രായം പറയാൻ എനിക്ക് കഴിയില്ല. പറയാണ് ഏകദേശം
As far as I can recall, the children were between 8 and 12 years old. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-ന്റെയും 12-ന്റെയും ഇടയിലുള്ള മക്കളാണ്. അടുത്ത ചോദ്യം ചോദിച്ചു, how was it possible that you yourself, a mother of 2 small children, could shoot innocent Jewish children? 2 നിരപരാധികളായ ഓമനത്വം തോന്നുന്ന 2 മക്കളുടെ അമ്മയായ നിങ്ങൾക്ക് ഈ നിഷ്കളങ്കരായ 6 മക്കളെ വെടിവെച്ചു കൊല്ലാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന്. അപ്പോൾ ആ പറയുന്ന മറുപടി, I am unable to grasp at this time how in those days I was in such a state as to conduct myself so brutally and reprehensibly shooting Jewish children. എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ അന്ന് എങ്ങനെ ഈ കുട്ടികളെ വെടിവെച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ പെണ്ണ് പറയാൻ, how earlier I had been so conditioned to fascism. ഫാസിസത്തിന്റെ നിരന്തരമായ പ്രഭാഷണങ്ങൾ കേട്ട് കണ്ടീഷൻഡ് ആവാന്ന് പറഞ്ഞ ഞാൻ അതിലേക്ക് പൊരുത്തപ്പെട്ടു. നിരന്തരമായ പ്രഭാഷണങ്ങൾ, അക്രമികളുടെ വേഷം കണ്ടാൽ അറിയാം, അക്രമികളുടെ കോലം കണ്ടാൽ അറിയാം. ഈ പെണ്ണ് പറഞ്ഞു, ഞാനിത് കേട്ട് എവിടെ കണ്ടാലും ജൂതന്മാരെ എനിക്ക് കൊല്ലണം എന്നൊരു ചിന്ത എനിക്കുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കുട്ടികളെ കൊല്ലാൻ കാരണമെന്ന് ആ പെട്രി എർണ എന്ന് പറയുന്ന സഹോദരി കോടതിയിൽ വെച്ച് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു സാധാ സ്ത്രീയാണ്. ഇതേപോലെ പ്രതികരിക്കാത്ത എത്രയോ, ഇതൊന്നും RSSകാരെ പോലെ പ്രതികരിച്ചൊരു പെണ്ണല്ല, ജൂതന്മാർക്കെതിരെ ശബ്ദിച്ചൊരു പെണ്ണല്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാ ഒരു പെണ്ണാണ്. ഇത്തരം പൗരത്വ വിഷയം വരുമ്പോ അവൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല, അവൾ ചാനൽ ചർച്ചയിലൊന്നും എതിർത്തില്ല. പക്ഷെ അവളുടെ മനസ്സിലുള്ളത് ഇതൊക്കെ വേണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് സിനിമാ നടന്മാരെ നമ്മൾക്ക് കാണാം. ദീപിക പടുകോണിനെ പോലെയുള്ള സിനിമാ നടികൾ JNUവിൽ പോയി ശക്തമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോ മുസ്ലിം നാമധാരികളായ എത്രയോ നടന്മാർ വാ തുറക്കാൻ പേടിച്ചു നിൽക്കാൻ, മുസ്ലിം നടന്മാരായ ആളുകൾ വാ തുറക്കാൻ പേടിച്ചു നിൽക്കാൻ. അപ്പൊ എത്രയോ ആളുകൾ പ്രതികരിക്കാത്ത ആളുകളും അപകടമാണ്. സിനിമാ നടന്മാരുണ്ട്, മലയാള സിനിമാ നടന്മാരിൽ പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകൾ പ്രതികരിച്ചപ്പോ മുസ്ലിം മഹാനടന്മാർ ഇന്നും വാ തുറക്കാൻ പേടിച്ചു നിൽക്കാൻ. അപ്പൊ ഇത്തരം പ്രതികരിക്കാൻ മടിയുള്ള ആളുകളും അപകടക്കാരാൻ. ഇനി ക്രിക്കറ്റ് കളിക്കാരായാലും ഏത് സെലിബ്രിറ്റികളായാലും ഇത്തരം വിഷയങ്ങളിൽ രാജ്യത്തിന്റെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഇവരും സെലിബ്രിറ്റികളും അപകടകാരികളാണ്. അവരെന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? കേരളത്തിൽ എന്തുകൊണ്ട് നമ്മെ എതിർക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ എതിർത്താൽ നിയമപാലകർ, കേരളത്തിൽ അത് നടക്കൂല. ഇവിടുത്തെ നിയമപാലകർ ചോദ്യം ചെയ്യും, കേസുണ്ടാകും. എന്തുകൊണ്ട് നമ്മെ ആക്രമിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മെ വെട്ടുന്നില്ല? വീടാന്തരം കയറി ഗുജറാത്തിൽ നടന്നൊരു കൊലപാതകം ഇവിടെ നടക്കുന്നില്ല? മുസഫർ നഗറിൽ നടന്ന ഒരു പീഡനം ഇവിടെ നടക്കുന്നില്ല? UPയിൽ നടന്നൊരു പീഡനം ഇവിടെ നടക്കുന്നില്ല? നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. UPയിൽ 100 കണക്കിന് യതീം കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചത് പോലീസുകാരാണ്. സ്വർഗരതി എന്ന് പറയുന്ന ആൺകുട്ടികളെ പോലീസുകാർ നിരന്തരമായി പീഡിപ്പിച്ച് ശരീരത്തിൽ നിന്ന് രക്തം പോലും വാർന്നൊലിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ചു നോക്ക്. UPയിലുള്ള എത്രയോ മുസ്ലിം വീടുകളിൽ പോലീസുകാർ കയറിയിറങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? കോളേജിൽ പഠിക്കുന്ന, യതീംഖാനയിൽ പഠിക്കുന്ന 100 കണക്കിന് ആൺകുട്ടികളെ വരെ അവർ വെറുതെ വിട്ടില്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? ഇവിടെ കുറെ ആളുകൾ മിണ്ടാതെ മൗനം പാലിക്കുന്നവരുണ്ട്. എന്നാൽ എത്രയോ ആളുകൾ മുസ്ലിമീങ്ങളെക്കാളും കൂടുതൽ ആവേശത്തിൽ പ്രതികരിച്ചത് ഇവിടെയുള്ള അമുസ്ലിമീങ്ങളാണ്. ഇവിടെയുള്ള അമുസ്ലിം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പല ആളുകളുണ്ട്. എന്നാൽ പ്രതികരിക്കാത്ത ആളുകൾ അവർ അപകടകാരികളാണ്. അവരുടെ മൗനം അപകടമാണ്. കാരണം ഇവിടുത്തെ നിയമപാലകർ സപ്പോർട്ട് ചെയ്യാണെന്ന് വിചാരിക്കും. ഏതുപോലെ ജർമ്മനിയിൽ നാസിയിൽ നടന്ന കൊലപാതകങ്ങൾ, നാസികൾ ചെയ്ത കൊലപാതകങ്ങൾ, അവർക്ക് അവരുടെ ഭരണകൂടത്തിന്റെ സപ്പോർട്ടുണ്ട്, അവിടുത്തെ നിയമപാലകരുടെ സപ്പോർട്ടുണ്ട്, അവരുടെ പോലീസുകാരുടെ സപ്പോർട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എനിക്കെതിരെ ആരും തിരിയൂല എന്ന് തോന്നിയാൽ ധൈര്യമായി ആക്രമിക്കാൻ ഇറങ്ങും. അതാണ് JNUവിൽ നടന്നത്. പോലീസുകാരുടെ സംരക്ഷണത്തോടുകൂടി ഒരു കൂട്ടം ഗുണ്ടകൾ യൂണിവേഴ്സിറ്റികളിൽ കയറി വരാം. എന്തുകൊണ്ടാണ് ധൈര്യം വന്നത്? എന്നെ പോലീസുകാർ പിടിക്കൂല, പോലീസുകാർ സംരക്ഷണം കൊടുക്കാൻ. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു സംരക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പോലീസുകാരുടെ സമ്മതം, മൗനസമ്മതം കിട്ടിയാൽ അവരും ഇറങ്ങി നമ്മൾക്കെതിരെ തിരിയും. അതുകൊണ്ട് അത്തരം ആളുകൾ അപകടകാരികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആസാമിൽ നിങ്ങൾ കണ്ടോ എന്നറിയില്ല, ഉമ്മ വേറെ മക്കള് വേറെ. ഒരു വീട്ടിൽ നിന്ന് 4-5 മക്കളെ
അടർത്തിയെടുത്ത് സ്വന്തം മാതാവിന്റെ മാറിടത്തിൽ നിന്ന് വരെ അടർത്തിയെടുത്ത് കൊണ്ടുപോവാൻ ഡിറ്റൻഷൻ സെന്ററിലേക്ക്, എന്നിട്ട് മാതാവിന് മക്കളെ കാണാത്തൊരവസ്ഥ, മക്കൾക്ക് മാതാവിനെ കാണാത്തൊരവസ്ഥ. ഈ ഒരു സാഹചര്യം ആരാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഈ ഒരു രക്ഷിതാവസ്ഥ ആരാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഈ ഒരു വെപ്രാളവും ഭയവും പേടിയും ആശങ്കയും ആരാണ് ഇവിടെ ഉണ്ടാക്കിയത്? അതിനിവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് പ്രധാനമായ റോളുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇവിടെ നിഷേധിക്കാൻ കഴിയുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ വിഷയങ്ങളിൽ മൗനം പാലിക്കാനായിട്ടില്ല. നിരന്തരമായ പോരാട്ടങ്ങൾ, മരണം വരെ പോരാടാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബക്കറ്റ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘാടകർ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്. ലോകാവസാനം സംഭവിക്കുന്ന സമയങ്ങളിൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ എടുത്തുകളയുമെന്നാ പറഞ്ഞത്. കാരുണ്യത്തെ അല്ലാഹു എടുത്തുകളയും. അതിന്റെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ കാരുണ്യം എടുത്തു പോയതിന്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ടാത്തൊരവസ്ഥ വന്നത്. നൊന്തുപെറ്റ മക്കളെ മാതാപിതാക്കൾക്ക്, മാതാവിന് വേണ്ടാത്തൊരവസ്ഥ വരുന്നത് ഈ ഒരു കാരുണ്യം അല്ലാഹു എടുത്തു കളഞ്ഞു എന്നതിന്റെ അടയാളമാണ്. ഇപ്പൊ ലോകാവസാനത്തിന്റെ അവസാനത്തെ പ്രകമ്പനം വന്നാൽ യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. മുലപ്പാൽ നൽകുന്ന ഉമ്മമാർ സ്വന്തം മക്കളെ വലിച്ചെറിയുമെന്നാ പറഞ്ഞത്. വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികളായ ഉമ്മമാർ അതിന്റെ ഭയാനകത കണ്ട് പ്രസവിച്ചു പോകുമെന്നാ പറഞ്ഞത്. വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികളായ ഉമ്മമാർ ഇതിന്റെ ഭയാനകത കണ്ട് പേടിച്ചു മരിച്ചു പോകുമെന്ന്, പേടിച്ച് പ്രസവിക്കുമെന്നാ പറഞ്ഞത്. വതറന്നാസ സുകാറാ. ജനങ്ങളെല്ലാം എന്തോ ഒരു പേടിയിലായിരിക്കും, മത്തുപിടിച്ചതുപോലെ ഒരു ലഹരി, പേടിച്ചിട്ടുള്ളൊരു ലഹരി, അല്ലാതെ കള്ളു കുടിച്ചിട്ടല്ല. വമാഹും ബിസുകാറ. അവരാരും കള്ളു കുടിച്ചവരല്ല, കള്ളു കുടിക്കാതെ തന്നെ എന്തോ ഒരു ലഹരി, എന്തോ ഒരു ഭീതി അവരെ ബാധിച്ചതുപോലെ നിങ്ങൾക്ക് കാണാം. അഥവാ ലോകാവസാനം എന്ന് പറഞ്ഞാൽ അത് ഭയാനകമായ രംഗമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ചില അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്, ഹല്ലിസ്സാഅതി അലമുൻ തുഅറഫു ബിഹി. നബിയേ, ലോകാവസാനം അടുത്തു എന്നതിന് വല്ല അടയാളങ്ങളുമുണ്ടോ, വല്ല ലക്ഷണങ്ങളുമുണ്ടോ നബിയേ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട്. ഇബ്നു മസ്ഊദ് ഒരുപാട് അടയാളങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ലിസ്സാഅതി അലാമ വ ഇന്ന ലിസ്സാഅതി അശ്റാത. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, ഒരുപാട് അടയാളങ്ങളുണ്ട്. അലാ വ ഇന്ന മിൻ അലാമിസ്സാഅതി വ അശ്റാതിഹാ അൻ യകൂനൽ വലദു ഗൈളാ. ഒന്ന് നമ്മുടെ വീട്ടിലാണ് ഒന്നാമത്തെ അടയാളം. നമ്മുടെ കുടുംബത്തിലും വീട്ടിലും കാണാൻ കഴിയും. എന്താണ് അടയാളം? അയ്യകൂനൽ വലദു ഗൈളാ. വാശി പിടിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത്. മക്കളൊക്കെ വാശിക്കാരായിട്ട് മാറാം. അയ്യകൂനൽ വലദു ഗൈളാ. നമ്മുടെ മക്കളെല്ലാവരും, ചെറിയ കുട്ടികളൊക്കെ ദേഷ്യം പിടിക്കുന്ന, വാശി പിടിക്കുന്ന മക്കളാവുക. ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ ഫ്രിഡ്ജും ടിവിയും വാഷ് മെഷീനൊക്കെ അടിച്ചു പൊട്ടിക്കുക, മൊബൈൽ ഫോണുകൾ എറിഞ്ഞു പൊട്ടിക്കുക, മാതാപിതാക്കളെ കരണത്തടിക്കുന്ന, മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്ന, വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന, പിന്നെ വീട്ടുകാരോട് പിണങ്ങി വീട്ടിലേക്ക് കയറി വരാത്ത രീതിയിൽ നമ്മുടെ മക്കൾ ദേഷ്യക്കാരും വാശിക്കാരുമായി മാറുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ചെറിയ കുട്ടികൾ അവരുപോലും വലിയ 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 വാശിക്കാരായിട്ട് മാറുന്നത്, ദേഷ്യക്കാരായിട്ട് മാറുന്നത്. അയ്യകൂനൽ വലദു ഗൈളാ. നമ്മുടെ സ്വന്തം വീട്ടിലുള്ള മക്കളെ ഓർത്താൽ നമ്മൾക്ക് മനസ്സിലാകും. ടിവി ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ മകൾ ആത്മഹത്യ ചെയ്തു. നമ്മളിത് കാണുന്നതാണ്, നിരന്തരമായി പത്രങ്ങളിലൂടെ കാണുന്നതാണ്. വീട്
സ്വന്തം വീട്ടിലുള്ള മാതാവ് മക്കളോട് പറയുന്നത് TV ഓഫ് ചെയ്യാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ TV അടിച്ചു പൊട്ടിക്കുന്നത്, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് മൊബൈൽ അവിടെ വെച്ച് പഠിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു കഷ്ണം തുണിയെടുത്ത് ആത്മഹത്യ ചെയ്യുന്നത്, സ്വന്തം മാതാവിന്റെ മുമ്പിൽ നിന്ന് കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്, ഇതുപോലെ മാതാപിതാക്കളോട് വാശി പിടിക്കുന്ന ദേഷ്യം പിടിക്കുന്ന മക്കളുണ്ടാവുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി എന്ന് വെച്ച് മക്കള് വാശി പിടിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ മക്കളെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ വാശിയും അവരുടെ ദേഷ്യവും കുറക്കാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കണം. സ്വന്തം വീട്ടിലുള്ള മക്കൾക്ക് നിരന്തരമായ ഉപദേശങ്ങളും നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ ജീവിത രീതി കൊണ്ട് അവർക്ക് നിരന്തരമായ ഒരു വഴികാട്ടിയായി മാറി അവരുടെ ആ വാശി പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷനും കൊടുത്ത് അവർക്ക് ആ ഒരു സ്വഭാവം മാറ്റി നിർമ്മലരായ നല്ല മയമുള്ള നിങ്ങൾ ഈ എടുത്തുചാട്ടക്കാരായ പരുക്കൻ സ്വഭാവക്കാരാണെങ്കിൽ, വാശി പിടിക്കുന്ന ദേഷ്യമുള്ള വൈരാഗ്യവും പ്രതികാരവുമുള്ള പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായി നിങ്ങൾ മാറിയാൽ ആളുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള അല്ലാഹു പറയാണ് എന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ സാധിക്കുന്നത്. നബി തങ്ങളോട് പറയാൻ നമ്മൾ ഓപ്പറേറ്റർ പോയ ഇനി ഇതൊന്ന് ശരിയാക്കുക, ഇനി ഇത് സൗണ്ട് കൂടി ഇത് സൗണ്ട് പറഞ്ഞു ബാലൻസ് രണ്ടും ഒരേപോലെ സൗണ്ട് ആക്കി തരും. ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയും, ഒന്ന് കൂടെ അത് വേണ്ട, രണ്ടും ഒരുപോലെ ആക്കി തരും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് മയത്തോടെ പെരുമാറാൻ കഴിയുന്നത്, ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഇനി കാരുണ്യം ഇല്ലെങ്കിലോ? അപ്പൊ നമ്മൾക്ക് ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാനൊക്കെ സാധിക്കുന്നത് അള്ളാഹു നൽകുന്ന ഒരു നിഅമത്താണ്, അള്ളാഹു നൽകുന്ന ഒരു റഹ്മത്താണ്. അതില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ നീ ഒരു പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായി മാറിയാൽ നിന്റെ കൂടെ ആരുണ്ടാവൂല. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മുടെ കൂടെ എന്തിന് പിന്തുണക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല, നമ്മുടെ കൂടെ ആളുകൾ വേണം. എങ്കിൽ നമ്മൾ നല്ല സൗമ്യമായ സ്വഭാവത്തിന്റെ ഉടമകളായി മാറണം. എങ്കിലേ ആളുകൾ ഉണ്ടാവും. നമ്മളൊരു റിജിഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് മാറിയാൽ ആളുകൾ നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ആളുകൾ അടുക്കാനുള്ള കാരണം എന്താ? ആ മയത്തോടെയുള്ള സ്വഭാവമാണ്. നബി തങ്ങൾ റഫായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ആരും ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നില്ല. അപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളെ ആകർഷിപ്പിക്കേണ്ടത് നമ്മുടെ നല്ല സ്വഭാവ വിശേഷണം കൊണ്ടാണ്, നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്, നമ്മുടെ ജീവിത രീതി കൊണ്ടാണ്. അങ്ങനെ ജീവിച്ച് ജനങ്ങളെ ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അയ്യകൂനൽ വലദു ഗൈളാ, രണ്ടാമത്തേത് അയ്യകൂനൽ മതറു ഖൈളാ, അയ്യകൂനൽ മതറു ഖൈളാ. ഇനി ഫൈല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. എന്തായാലും ചൂടുകാലങ്ങളിൽ മഴ വരുന്നത്, മഴ നമ്മൾക്കൊരു അപകടമായി സംഭവിക്കുന്നത്, വെള്ളപ്പൊക്കമായാലും ഉരുൾപൊട്ടലായാലും. ഇപ്പൊ നിരന്തരമായി കേരളത്തിൽ 3ാമത്തെ വർഷമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, അല്ലെ? ഇനി എല്ലാ വർഷങ്ങളിലും ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതാണ് കാലാവസ്ഥാ നിരീക്ഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവുന്ന ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുന്നതിന് പകരം ഈ മഴകൾ ജനങ്ങൾക്ക് അപകടമായി മാറുന്നത്, വെള്ളപ്പൊക്കമായി മാറുന്നത്, ഉരുൾപൊട്ടലുകളായി മാറുന്നത്, മഴകൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു. നാട്ടിലുള്ള ആളുകളൊക്കെ ബഹുഭൂരിഭാഗം ആളുകളും ചെമ്മാടികളായി മാറുന്നത്, ബാലൻസ് വെച്ച് നോക്കിയാൽ തെറ്റുകൾക്കാണ് കൂടുതൽ സ്വാധീനം.
വഅൻ തഫീദൽ അശ്റാറു ഫൈളാ, ചെറുപ്പക്കാരൊക്കെ തെറ്റുകളുടെ തിന്മകളുടെ ആളുകളായി മാറുന്നത്, തെമ്മാടികൾ വിലസുന്നത്, തെമ്മാടികൾക്ക് ആഭിമുഖ്യം ലഭിക്കുന്ന ഒരു കാലമായി മാറുന്നത്. വഅൻ തഫീദൽ അശ്റാറു ഫൈളാ, താരപരിവേഷം ലഭിക്കുന്നതാർക്കാ? സ്കൂളിലായാലും നാട്ടിലായാലും തെമ്മാടികളുടെ കൂടെ ആളുകൾ. തെറ്റുകൾ അഭിമാനമായി കാണുന്ന ഒരു കാലം വരിക. തെറ്റ് ചെയ്യുന്നത് അഭിമാനം, സിനിമക്ക് പോകുന്നത് അഭിമാനമാവുക, വാദിന് പോകുന്നത് അതെന്താണ്, പള്ളിക്ക് പോകുന്നതൊന്നും അഭിമാനമല്ല. എന്നാൽ സിനിമക്ക് പോകുന്നത് ചെറുപ്പക്കാർക്കിടയിൽ, എല്ലാവർക്കിടയിൽ അല്ല പറയുന്നത്. നിങ്ങൾക്കിടയിൽ വാദിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിരിക്കും, പക്ഷെ ചെറുപ്പക്കാർക്കിടയിൽ വാദിന് പോകാന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമായിരിക്കും. പിന്നെ സിനിമക്ക് പോകാന്ന് പറഞ്ഞാൽ എല്ലാ സിനിമ കണ്ടിറങ്ങുന്ന ആളാണെങ്കിൽ അയാൾക്ക് നല്ല താരപരിവേഷം ഉണ്ടാവും. ഇവിടെ പറയുന്നത് ജനങ്ങളെല്ലാം തമ്മാടികളായ ആളുകൾക്ക് സ്വാധീനമുണ്ടാവുന്നത്, അവർ വർദ്ധിച്ചു വരുന്നത്, അല്ലെങ്കിൽ തിന്മകൾ അഭിമാനത്തോടെ ചെയ്യുന്ന കാലമുണ്ടാകുന്നത്. കുട്ടികളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പല ആളുകൾ അവരുടെ പേരുകളെ സ്മോക്കി എന്നൊക്കെ ഇടും. ഒരാൾ പേരിടാണ് സ്വന്തം പേരിന്റെ കൂടെ സ്മോക്കി അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആള്. അതൊരു ഗെറ്റപ്പാണ് ആളുകൾക്ക്. ഇതിനോട് വലിയൊരു താല്പര്യം. ഇങ്ങനെ ഒരു ഹിപ്പ് ഹോപ്പായി നടക്കുന്നത്, യോയോ ആയി നടക്കുന്നത്, കയ്യിൽ 4 ചരടും കഴുത്തിൽ ചരട്, കാണുമ്പോൾ തന്നെ ഒരു വൾഗറായി, മുടിയൊക്കെ ഒരു വൃത്തികെട്ട രീതിയിൽ, ജനങ്ങൾക്ക് കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ ആളുകൾ നടക്കുക. ഇപ്പൊ നല്ല വസ്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ ഫാഷൻ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ജനങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലൊക്കെ ആളുകൾ നടക്കുന്നത്, ചെറുപ്പക്കാരൻ നടക്കുന്ന ഒരു കാലം വരും. മുടി വെട്ടാം, ഭംഗിയായിട്ട് വെട്ടാം, പക്ഷെ അതൊരു വൃത്തികേടായി വെട്ടിയാലോ, എന്നിട്ട് അതൊരു അഭിമാനമായി കാണുകയാണെങ്കിലോ. മുടി വെട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി 4-5 റബ്ബറൊക്കെ ഇട്ട് ചുരുട്ടി വെച്ച്, അല്ലെങ്കിൽ മുടിയൊക്കെ കേളാക്കി വെച്ച് അതിങ്ങനെ നീട്ടുക. ജനങ്ങൾക്ക് കാണുമ്പോൾ താടിയൊക്കെ വെക്കണം, മാന്യമായ താടിയൊക്കെ, പക്ഷെ താടി തന്നെ ഒരു കാണുമ്പോൾ ഒരു വൃത്തികെട്ട രീതിയിൽ വെക്കുക. ഈ രീതിയിൽ തിന്മകൾ ചെയ്യുന്ന ആളുകൾ കൂടിക്കൂടി വരിക. തിന്മകളോട് പ്രാതിനിധ്യം കാണിക്കുന്ന ആളുകളും കൂടുക. തെറ്റിനോട് ആളുകൾക്ക് ആസക്തി ഉണ്ടാവുക. ചെറുപ്പക്കാരൊക്കെ തിന്മയോടാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഒഴുക്ക്, തിന്മകളിലേക്കൊരു കുത്തൊഴുക്കുണ്ടാവുന്ന ഒരു കാലമുണ്ടായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകൾ ലാഘവത്തോടെ ചെയ്യുകയും തിന്മയെ നിസ്സാരമായി കാണുകയും നന്മ ചെയ്യുന്ന ആളുകൾക്ക് തീരെ വിലയില്ലാതെ അഭിമാനത്തോടുകൂടി തെറ്റ് ചെയ്യുന്ന തെമ്മാടിക്കൂട്ടങ്ങളുള്ള ഒരു കാലമായി നമ്മുടെ നാട് മാറിയാൽ, നാട്ടിൽ ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് ഗ്യാങ്ങുകൾ ഉണ്ടാകും. എന്നാൽ നല്ല കൂട്ടം ആളുകൾ കൃത്യമായി പള്ളിക്ക് പോകുന്ന അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വളരെ കുറച്ചുണ്ടാവും. SKSF കുട്ടികൾ അവരിതുപോലെയുള്ള വാദിന് പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും സഹകരിക്കൂല. ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആളുകളുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും നാട്ടിൽ. ഇതിനൊക്കെ പുച്ഛത്തോടെ SKSF കുട്ടികളൊക്കെ പുച്ഛത്തോടെ കാണുക. അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയാം. എന്നിപ്പോൾ പണിയെന്താ? ഇവർക്ക് എന്താ പണി? ഷോപ്പിൽ പോയിട്ട് ഗ്യാരൻസ് ഇട്ടല്ല വലിയ പണി, അല്ലെങ്കിൽ സിനിമക്ക് പോകല വലിയ പണി, ഏതെങ്കിലും ടർഫിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കല വലിയ പണി. SKSF കുട്ടികൾ വാലും അതുപോലെ മജ്‌ലിസുൻ നൂറും പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവർക്കൊരു പുച്ഛത്തോടെ കാണാം. എന്നിട്ട് അവർ പറയാ ഇവർക്കൊന്നും വേറെ പണിയില്ലെന്നാ ചോദിക്കുക. എന്നാൽ ഈ പണിയില്ലെന്ന് ചോദിക്കുന്ന ആളെ പണിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്ത്? എവിടെ പോയി ക്യാരൻസ് ഇട്ടുക, പീടികത്തിണ്ടയിൽ ഇരിക്കുക, കഞ്ചാവ് അടിക്കുക, ക്ലബ്ബിൽ പോയിട്ട് വെറുതെ ബടായി വിടുക, കുറെ മൊബൈലിൽ കളിക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ പണി. അപ്പൊ ഇങ്ങനെ തെറ്റിനോടുള്ള ഒരു പ്രവണത ആളുകൾക്ക് കൂടിക്കൂടി വരുന്നത് അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, അല്ലയോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരെ, ഇന്ന മിൻ അലാമിസ് സഅതി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സത്യം പറയുന്ന ആളുകളെ വിശ്വസിക്കാതിരിക്കുന്നത്. സത്യം പറയുന്ന ആളുകളെ വിശ്വസിക്കാതിരിക്കുക.